ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിക്കും. ഹല്ലേലൂയ. അവനാൽ പ്രാപിച്ച അഭിഷേകം ബാക്കി നിങ്ങളിൽ ചേർന്ന് വായിച്ചേ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം, എല്ലാവരും പറഞ്ഞില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അടുത്തൊരാൾക്ക് കൈകൊടുത്ത് പറ, നിന്നിൽ ദൈവത്തിൻ്റെ അഭിഷേകം വസിക്കുന്നു. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞേ, നിങ്ങളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ അഭിഷേകം വസിക്കുന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ളവരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർ. ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ള ആളുകളുടെ പ്രത്യേകത, സ്തോത്രം, അത് ദൈവത്താൽ സെലക്റ്റഡ് ആയവരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. നിങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് വരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടെങ്കിലും നിങ്ങൾ ദൈവത്താൽ സെലക്റ്റഡ് ആയവരാണ്. സ്തോത്രം ചെയ്തേ കർത്താവിന്. ഹല്ലേലൂയ. പണ്ട് കാലങ്ങളിൽ, പ്രത്യേകിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ, ഈ അഭിഷേകം എന്ന് പറയുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയോടുകൂടെ ചില കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് ദൈവത്തിനു വേണ്ടി ചിലരെ വാർതിരിച്ചെടുക്കാനായി ആ എണ്ണ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകന്മാരുടെ കൈകളാൽ ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ശിരസിലേക്ക് ഒഴിച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തു എന്ന പേരിൽ തന്നെ എന്തുണ്ട്? അഭിഷേകമുള്ളവനാണ് ആര്? ക്രിസ്തു. സംശയമുണ്ടോ നിങ്ങൾക്ക്? ആര്? ക്രിസ്തു. ചേർന്ന് പറഞ്ഞാട്ടെ, ആര്? ക്രിസ്തു അഭിഷേകമുള്ളവനാണ്. ഇതിനകത്തുനിന്ന് ഇനി ഒരു മർമ്മം പറയാം. ക്രിസ്തു സഭയുടെ തലയാണ്. ക്രിസ്തു സഭയുടെ തലയാണ്. തലയിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് തലയിൽ ഒതുങ്ങി നിൽക്കത്തില്ല. ഇത് തലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ഇത് തലയിൽ നിന്ന് താഴോട്ട് ഒഴുകാൻ തുടങ്ങും. ശരീരമാകുന്ന സഭ, അതിൻ്റെ തല ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിലുള്ള അഭിഷേകം ഈ ശരീരമാകുന്ന സഭയിലേക്ക് ഒഴുകാൻ തുടങ്ങും. ശരീരമാകുന്ന സഭയിലേക്ക് ഒഴുകി വരുമ്പം ഈ ശരീരത്തിലെ പല അവയവങ്ങളാകുന്ന ഓരോ അവയവവുമാണ് നിങ്ങൾ ഓരോരുത്തരുമാകുന്ന ദൈവസഭയിലെ അംഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ ശിരസാകുന്ന ക്രിസ്തുവിൽ നിന്ന് ഈ അഭിഷേകം ഒഴുകി വരുമ്പോൾ ഇത് ചില അവയവങ്ങളാകുന്ന, ശരീരത്തിലെ അവയവങ്ങളാകുന്ന ദൈവിക മക്കളിലേക്കും കൂടി ഇത് കണക്റ്റഡ് ആകും. ഇങ്ങനാണ് അഭിഷേകം സഭയിലേക്ക് ഒഴുകി വരുന്നത്. ഈ അഭിഷേകമുള്ള വ്യക്തിയുടെ പ്രത്യേകത, ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ഇതെവിടുന്നാ വരുന്നത്? ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകം വിശ്വാസിയിലേക്ക് കണക്റ്റഡ് ആയി വരാൻ തുടങ്ങും. അതാണ് വചനം പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു.